നരേന്ദ്രമോദി അജിത് ഡോവൽ കൂട്ടുകെട്ട് ഒരിക്കൽ കൂടി ഒരു ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നു. ഒരു അഡാർ ഓപ്പറേഷൻ. അതിർത്തി കടന്ന് തുർക്കി ഇന്റലിജൻസുമായി ചേർന്ന് നടത്തിയ ഇന്ത്യയുടെ രഹസ്യ ഓപ്പറേഷൻ. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആരെയും വെറുതെ വിടില്ല എന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രഖ്യാപനത്തിനുള്ള ഏറ്റവും പുതിയ പാഠം. ദാവൂദ് ഇബ്രാഹിമിന്റെ വലങ്കയായ സലിം ദോലെ ഇന്ത്യൻ രഹസ്യ ഏജൻസി ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസം എത്തിച്ചു കഴിഞ്ഞു. 1.5 മാസം മുൻപ് തുർക്കിയിലെ ഇസ്താംബുളിൽ നടന്ന റെയ്ഡാണ് സലിം ദോലയിലേക്ക് എത്താൻ ഇന്ത്യൻ രഹസ്യ ഏജൻസിയെ സഹായിച്ചത്. ഇപ്പോൾ സലിം ദോലയിൽ നിന്നും ദാവൂദ് ഇബ്രാഹിമിനെ കുറിച്ച് ചില നിർണായക വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്നാണ് സൂചന. ഇതിനായി തുർക്കിയിലെ ഇസ്താംബുളിൽ രഹസ്യ ഏജൻസിയിലെ സംഘങ്ങൾ തങ്ങുന്നുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ ഓപ്പറേഷൻ വിജയിച്ചാൽ ദാവൂദ് ഇബ്രാഹിം ഇന്ത്യയിലെത്തും. രഹസ്യ ഏജൻസി ദാവൂദിനെ കുറിച്ചുള്ള നിർണായക രഹസ്യ വിവരങ്ങൾ അജിത് ഡോവലിന് കൈമാറിയിട്ടുണ്ട്. ഇപ്പോൾ പാക് പട്ടാളവും പാക് രഹസ്യ ഏജൻസിയുമായ ISISയുമാണ് സംരക്ഷിക്കുന്നത്. ദാവൂദിന്റെ വലം കൈയായ സലിം ദോല തുർക്കിയിൽ സുഖിച്ച് ജീവിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് ഇന്ത്യൻ രഹസ്യ ഏജൻസി അതീവ വിദഗ്ധമായി പൊക്കിയത്. ശത്രുക്കൾ അവർ ലോകത്തിന്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും അവനെ മാളത്തിൽ നിന്ന് വലിച്ചിഴച്ച് ഭാരതത്തിന്റെ മണ്ണിൽ എത്തിക്കും എന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ നിശ്ചയദാർഢ്യം ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഭാസ്കരൻ നായർ അജയൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ വളരെ വ്യക്തമായ ചില കാര്യങ്ങൾ കുറിച്ചിരിക്കുന്നു. അദ്ദേഹം ഒരു മുൻ സൈനികനാണ്. അതുകൊണ്ട് തന്നെ രാജ്യസ്നേഹത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു കാലത്തും അദ്ദേഹത്തിന് ഒരു കുറവ് വരില്ല എന്നത് വളരെ വ്യക്തമാണ്. അദ്ദേഹം ഇങ്ങനെ കുറിക്കുന്നു: ഇത് പുതിയ ഭാരതമാണ്, അടങ്ങുന്നവനല്ല അടിക്കുന്നവൻ. അന്താരാഷ്ട്ര അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിന്റെ വിശ്വസ്തനും ഇന്ത്യയെ മയക്കുമരുന്ന് മാഫിയയിലൂടെ തകർക്കാൻ ശ്രമിച്ചവനുമായ സലിം ദോലയെ കഴിഞ്ഞ ദിവസം തുർക്കിയിൽ നിന്ന് ഇന്ത്യയുടെ കൈകളിലേക്ക് തന്നു. വർഷങ്ങളോളം നിയമവ്യവസ്ഥയെ വെട്ടിച്ച് വിദേശ സുഖവാസത്തിലായിരുന്ന ഈ രാജ്യദ്രോഹിയെ CBIയും ഇന്റർപോളും ചേർന്ന് നടത്തിയ അതിസാഹസികമായ നീക്കത്തിലൂടെയാണ് കുടുക്കിയത്. 2014 മുൻപുള്ള ഇന്ത്യയെ നാം കണ്ടതാണ്. ഭീകരാക്രമണങ്ങൾ നടക്കുമ്പോൾ പ്രതിഷേധ കുറിപ്പുകൾ അയച്ച് നിശബ്ദരായിരുന്ന ഒരു കാലം. എന്നാൽ 2014 നരേന്ദ്രമോദി എന്ന കരുത്തനായ നേതാവ് അധികാരമേറ്റതോടെ ഇന്ത്യയുടെ വിദേശ നയവും സുരക്ഷാ തന്ത്രങ്ങളും അടിമുടി മാറി. ശത്രുവിനെ അവന്റെ വീട്ടിൽ കയറി അടിക്കുന്ന സർജിക്കൽ സ്ട്രൈക്ക് നയം പ്രയോഗത്തിൽ വന്നു. ഈ ഓപ്പറേഷന് പിന്നിലെ യഥാർത്ഥ മാസ്റ്റർ മൈൻഡ് ഭാരതത്തിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ്. ലോകമെമ്പാടുമുള്ള ചാരസംഘടനകൾ ഭീതിയോടെ നോക്കിക്കാണുന്ന ഡോവലിന്റെ കൃത്യമായ പ്ലാനിങ്ങും തന്ത്രങ്ങളുമാണ് സലിം ഡോളയെ തുർക്കിയിലെ ഇസ്താംബുളിൽ വെച്ച് കൊടുക്കാൻ സഹായിച്ചത്. മുൻപ് UAEയിൽ നിന്ന് ഡോളയുടെ മകനെ കൊണ്ടുവന്നതിന് പിന്നാലെ ഇപ്പോൾ പിതാവിനെയും ഭാരതത്തിന്റെ മണ്ണിൽ എത്തിച്ചിരിക്കുന്നു. ഭാരതത്തിന്റെ ഉരുക്ക് കൈകൾ അത് അതിർത്തി കടന്നുള്ള നീക്കത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. തുർക്കി ഇന്റലിജൻസുമായി ചേർന്ന് നടത്തിയ അതീവ രഹസ്യമായ ഈ ഓപ്പറേഷൻ ഇന്ത്യയുടെ ആഗോള സ്വാധീനത്തെയാണ് കാട്ടിത്തരുന്നത്. മയക്കുമരുന്ന് മാഫിയയുടെ തകർച്ച. മുംബൈയിലെ ഡോങ്ക്രിയിൽ നിന്ന് തുടങ്ങി ലോകം മുഴുവൻ പടർന്ന ദാവൂദിന്റെ ഡ്രഗ് നെറ്റ്വർക്കിന്റെ നട്ടെല്ലാണ് ഇതോടെ തകർന്നിരിക്കുന്നത്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആരെയും വെറുതെ വിടില്ല എന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രഖ്യാപനത്തിനുള്ള ഏറ്റവും പുതിയ ഉദാഹരണമാണിത്. ഒരു കാലത്ത് ഇന്ത്യയോട് മുഖം തിരിച്ചു നിന്ന രാജ്യങ്ങൾ പോലും ഇന്ന് ഇന്ത്യയുടെ അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ കുറ്റവാളികളെ കൈമാറാൻ ക്യൂ നിൽക്കുന്നു. ഇത് മോദി ഭരണത്തിന് കീഴിൽ ഭാരതം നേടിയെടുത്ത നയതന്ത്ര വിജയമാണ്. സലിം ഡോളയെ ഇന്ത്യയിലേക്ക് കൈമാറാതിരിക്കാൻ പാകിസ്ഥാൻ മൂക്കിട്ട് വരച്ചു നോക്കി, നടന്നില്ല. കഴിഞ്ഞ ദിവസം അജിത് ഡോവൽ സൗദി അറേബ്യ സന്ദർശിച്ചത് ഇയാളെ വിട്ടുകിട്ടാനും കൂടിയായിരുന്നു. സലിം ഡോല ഇപ്പോൾ ഇന്ത്യൻ ഏജൻസികളുടെ ചോദ്യം ചെയ്യലിലാണ്. രാജ്യദ്രോഹികൾ ഒന്നൊന്നായി അഴികൾക്കുള്ളിലാകുന്ന ഈ നിമിഷം ഓരോ ഭാരതീയനും അഭിമാനിക്കാം. നമ്മുടെ സൈന്യത്തിനും രഹസ്യാന്വേഷണ ഏജൻസികൾക്കും ഈ ദൗത്യത്തിന് നേതൃത്വം നൽകിയ നരേന്ദ്രമോദി അജിത് ഡോവൽ കൂട്ടുകെട്ടിനും 1000 സല്യൂട്ട് എന്ന് പറഞ്ഞാണ് ആ കുറിപ്പ് അദ്ദേഹം അവസാനിപ്പിച്ചിരിക്കുന്നത്. അതെ, നരേന്ദ്രമോദിക്ക് ഒപ്പം എപ്പോഴും വലം കൈയായി അജിത് ഡോവൽ ഇത്തരം നിരീക്ഷണങ്ങളിൽ, രഹസ്യ നിരീക്ഷണങ്ങളിൽ, അതിർത്തി കടന്നുള്ള രഹസ്യ നിരീക്ഷണങ്ങളിൽ രാജ്യത്തിന് വിരുദ്ധമായി ആരെങ്കിലും എന്തെങ്കിലും എവിടെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ നിരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അജിത് ഡോവൽ എന്ന് പറയുന്നത് നരേന്ദ്രമോദിക്കൊപ്പം നിന്ന് രാജ്യത്തിന് കരുത്താകുന്ന ഒരു ഏറ്റവും വലിയ വ്യക്തിത്വമാണ്. അതുപോലെ ഒരാൾ അദ്ദേഹത്തിന് പിൻഗാമിയായി ഉണ്ടാകണം എന്നത് തന്നെയാണ് ഭാരതത്തിന്റെ ആവശ്യം. നയതന്ത്ര വിജയങ്ങളിൽ മോദിക്കൊപ്പം നിന്ന് ആ നയതന്ത്ര വിജയങ്ങളെ കൈപ്പിടിയിൽ ഒതുക്കാൻ നരേന്ദ്രമോദിയെ സഹായിക്കുന്ന ഏറ്റവും കരുത്തനായ ഉദ്യോഗസ്ഥൻ തന്നെയാണ് അജിത് ഡോവൽ. അതുകൊണ്ട് തന്നെ ഈ ഓപ്പറേഷന്റെ പൂർണ്ണമായ ക്രെഡിറ്റും അജിത് ഡോവലിനുള്ളത് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.